ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മത്തി മുളകിട്ടതാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്കെങ്ങനെ മത്തി മുളകിടാൻ നോക്കാം. മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടി വന്നാൽ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 15ഓളം ചെറിയുള്ളി ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം എരിവ് ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി നല്ല എരിവുണ്ടായതുകൊണ്ട് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വലിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. തക്കാളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയാണോ വെള്ളം ആവശ്യമുള്ള വെച്ചാൽ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം നീണ്ടു പോവേണ്ട, കുറച്ച് കട്ടിയിലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കറിയിലേക്ക് നമ്മൾ ഉലുവ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ കുറച്ചും കൂടി ഉലുവ ചേർത്ത് കൊടുക്കാം. മീൻ കറി ആകുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം തിക്കായിട്ടാണ് വന്നതെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചെടുക്കരുത്, ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. മീൻ മുഴുവനായിട്ട് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. കറി കുറച്ച് കട്ടിയിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലിട്ടെടുത്തിട്ടുള്ള മീനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും മീനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാകും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി ചെറുതായിട്ടൊന്ന് ഇളക്കി നോക്കാം. നല്ലോണം ഇളക്കി നോക്കരുത്, മീൻ ഉടഞ്ഞു പോകും. ചെറിയ രീതിയിലൊന്ന് ഇളക്കി നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്